ഇപ്പോൾ രാവിലെ തമിഴ്നാട്ടിലുള്ള ഒരു ചിരട്ട കരിയാക്കുന്ന കമ്പനിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ കമ്പനിയിൽ വന്നപ്പോൾ അവസ്ഥ ഉണ്ടോ, ഫുള്ള് പുക മൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അടുത്താണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഇതിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫാൻ ഇങ്ങനെ തിരിയുന്ന ഒരു സൗണ്ട്, ഇങ്ങനെ കാറ്റിൽ വന്നടിക്കുന്ന ആ ഒരു ചെറിയ സൗണ്ട് അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് കേൾക്കുന്നത്. അവിടെ ഫുൾ പുകയാണ്. ഇവിടെ എത്തിയത് തൊട്ടിട്ട് ഫുള്ള് പുക ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആ ഭാഗത്താണ് ചൂളൊക്കെ ഇടുന്ന സ്ഥലം. അവിടെ നിന്നാണ് പുക വരുന്നത്. ഒക്കെ വണ്ടികൾ ചിരട്ടയായിട്ട് വന്നതാണ്. ചിരട്ടയായിട്ട് വന്നിട്ട് ഓരോ വണ്ടികളും ഇവിടെ അങ്ങനെ തട്ടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുറച്ച് വണ്ടികൾ അവിടെ തട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ അവിടെ കൊണ്ടുവന്ന് ചിരട്ട തട്ടിയതാണ്. ഇവിടെ ഫുള്ള് ചിരട്ടകളാണ്. ആണ് ചൂള. ആ ചൂള എന്നിട്ടാണ് ചിരട്ട കത്തിക്കൊണ്ട് ചിരട്ട പുക ഇടുന്ന ചൂളാണത്. ആ 3-4 ചൂള ആണ് ചൂള. അവിടെയൊക്കെ കരി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കരി വണ്ടിയിലേക്ക് കയറ്റാണ്, ചാക്കിലാക്കിയിട്ട് ചിരട്ട ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിരട്ട കമ്പനിയിൽ വന്നാൽ ചിരട്ട ഇറക്കണ കണ്ടിരുന്നു. ചിരട്ട എങ്ങനെയാണ് ഇറക്കുന്നത്? ലോറി നമുക്ക് ചിരട്ട ഇറക്കുന്നതാണ് കാണുന്നത് നമ്മളെ ഈ ചിരട്ട കമ്പനിയിൽ. ഈ ചിരട്ട കമ്പനിയിൽ വന്നാൽ ഈ ചിരട്ട ഇറക്കുന്നത് കണ്ടിട്ടാണ്. ലോറിയിൽ നിന്ന് ചിരട്ട ഇറക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതുവരെ കാണിച്ച ചിരട്ട കമ്പനിയിൽ വാഹനങ്ങളിൽ നിന്ന് ചിരട്ട കമ്പനിയിലേക്ക് ലോഡ് ഇറക്കുകയാണ്. JCBയിലാണ് ഇറക്കുന്നത്. ഹിറ്റാച്ചി. എത്ര സമയമെടുത്ത് കയറ്റുന്നതെന്ന് പറയാം. ഒരു മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ എടുത്ത് കയറ്റുന്ന ചിരട്ട ആകെ 10-15 മിനിറ്റ് കൊണ്ട് ലോഡ് ഇറങ്ങി.
ചിരട്ട കത്തിക്കുന്ന ചൂളകളാണ് ഇതൊക്കെ കണ്ടോ. ഈ ചൂളയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ കണ്ടോ. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്തത്. ഇത് ചൂള അഥവാ ചിരട്ട പുകയിടുന്ന അതിൻ്റെ അറാണിത്. ഇതിൻ്റെ മുകളിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഇതാണ് ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ കണ്ടോ. അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കൈസായെന്ന് ചോദിച്ചതാണ്. ടീക്കെ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. അത്രയും ഹാപ്പി, അവർ എൻജോയ് ചെയ്തിട്ടാണ് അവർ ആ ജോലി ചെയ്യുന്നത് അത്രയും ചൂടുള്ള സ്ഥലത്ത് നിന്ന്. പണിയെടുക്കുന്ന ആൾക്കാർ ജോലിക്കാരാണ് ഇവരൊക്കെ കണ്ട ചിരിക്കുന്നത്. എന്താ അവരെ ഹാപ്പി, അവരൊക്കെ ഹാപ്പിയാണ്. ചേട്ട അതിനുള്ളിൽ പുകയിടാണ്. ഇത് ചിരട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറിയൊരു തീയിൽ പുകയിട്ടിട്ട് അത് കാണാൻ കരിയാക്കി എടുക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഓരോ ചൂളകളാണ്. അതൊക്കെ എപ്പോഴും ചൂടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഇന്ത്യക്കാർ. അവരൊക്കെ ഫുൾ ഹാപ്പി മൈൻഡാണ്. ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വന്ന് പണിയെടുത്താൽ ഒരാഴ്ച ഇവിടെ വന്ന് പണിയെടുത്താൽ മതി. പിന്നെ എന്തിനാ കൂടുതൽ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ. ഇവിടെയൊക്കെ വന്ന് പണിയെടുത്താൽ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇവിടെ വന്ന് പണിയെടുത്താൽ ഉണ്ടാവും. ചൂള കാണിച്ചു തരാണ്ട. എന്താണ് ചൂടാണ് ഇവിടെ. എമ്മാതിരി ചൂടാന്നറിയാം. ഭയങ്കര ചൂടും ഭയങ്കര പുകയാണ് ഇതിൻ്റെ. ഇവിടെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ഇപ്പോഴുണ്ടല്ലോ. പക്ഷേ നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇതേമാതിരി പണിയെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേമാതിരി പോയി പണിയെടുക്കുന്ന ഒരുപാട് മലയാളീസുണ്ട്. ഇതേമാതിരി ചൂളകളിലും ഇതേമാതിരി ഫാക്ടറികളിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളീസുണ്ട്. അപ്പം അവർക്കൊന്നും എന്ത് വേണ്ട, പൈസ കൊടുത്തിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സും അല്ലെ തെരുവിളികളൊന്നും കേൾക്കേണ്ട ഒരാവശ്യം അവർക്കില്ല. അവരൊക്കെ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ കണ്ട അവിടുത്തെ തൊഴിലാളികൾ, നമ്മൾ കാണിച്ചിരുന്ന തൊഴിലാളികളെ കണ്ടോ, അവർ പാടെന്ന് ചോദിച്ചപ്പോൾ ഒരു ഹാപ്പി ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്നത് 3 ആളുകളാണ്. ഒന്ന് സന്ദീപും, ഒന്ന് രാവൂറും, ഒന്ന് രാജ്കുമാറും. അങ്ങനെ 3 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ 3 പേരെ പേര് ചോദിച്ചതാണ്. അവർ പേര് പറയുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ് പേര് പറയുന്നത്. അവർക്ക് ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഇത്ര റിസ്കി ഏരിയയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു മസിൽ പിടുത്തോ അങ്ങനത്തെ ഒരു യാതൊരു ഈഗോ അങ്ങനെയൊന്നുമില്ല.